തൊഴിലുറപ്പ്, പാചകത്തൊഴിലാളി, അംഗൻവാടി, ആശ ഇങ്ങനെ ധാരാളമുണ്ട്. അതിനകത്ത് കുറേ കാലമായി അതിൻ്റെ ഒരു കൂലി നിശ്ചയിച്ചിട്ട്, അത് പ്രത്യേക സ്കീമാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്കീമിലാണ് പൊതുവിൽ. അതിനകത്ത് കൂലി പുനർനിശ്ചയിക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ അതിനകത്ത് എടുത്തു പറയാം. ഇപ്പോൾ പാചകത്തൊഴിലാളികളുടെ ശമ്പളം, അലവൻസ് കിട്ടുന്നത് താമസിക്കുന്നതൊക്കെ എപ്പോഴും വാർത്ത വരുന്നതാണല്ലോ. അത് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മളത് മാറ്റിവെക്കുന്നില്ല. അവിടുത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു പാചകത്തൊഴിലാളിക്ക് ഒരു മാസം കൊടുക്കുന്നത് 12,500 രൂപയാണ്. ഇതിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്കീമിൽ കിട്ടുന്ന എത്രയാണെന്നറിയോ? 600 രൂപ. അത്രേ ഉള്ളൂ മന്ത്. 600 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് തരുന്നത്. 12,500 രൂപ. ഇത് എല്ലായിടത്തും ഏറിയും കുറഞ്ഞ് ഈ വ്യത്യാസം കാണാം. നമുക്ക് ആശാ വർക്കേഴ്സിനും അംഗൻവാടിക്കൊക്കെ അവർ കൊടുക്കുന്ന വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയും കൂടി ഇട്ടാണ് കൊടുക്കുന്നത്. അത്ര ഈ 600 രൂപ അത് തന്നെ പലപ്പോഴും തരുന്നില്ല എന്നുള്ളതാണ്. ഇത് കാലോചിതമായി ഇതിനൊക്കെ വർധന വരുത്തണം എന്ന ആവശ്യം നമ്മൾ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളും ആവശ്യം